ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൗണ്ടിന് നല്ല മാറ്റമുണ്ട്. കാരണം പനി പിടിച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തലവേദന, മൂക്കൊലിപ്പ്, തൊണ്ടവേദന ഒക്കെ ഉണ്ട്. കൂടാതെ നല്ല ചൂടുമാണ്. ചൂടായതുകൊണ്ട് നോയമ്പ് നല്ല വലിച്ചിലുമാണ്. അപ്പം എല്ലായിടത്തും ചൂടാണ്, എന്നാലും പലയിടത്തും പല കാഠിന്യമല്ലേ. അപ്പം നിങ്ങളുടെ നാട്ടിലെ ചൂടിനെ പറ്റി എന്തായാലും കമൻറ്റ് ചെയ്യണം. രാവിലെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പുറത്തുപുറത്തൊക്കെ ഉള്ളവർ തൂത്തുവാരി കത്തിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. സാവി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ രാവിലെയും തൂപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തൂക്കാൻ ഇറങ്ങിയതല്ല, തൂത്ത് വാരി വെച്ചിരുന്നത് സാവി ചൂലെടുത്തുകൊണ്ട് ഒന്ന് അടിച്ച് തെറിപ്പിച്ചതാണ്. അപ്പോൾ വീണ്ടും അത് തൂത്ത് ഒന്ന് കയറ്റാമെന്ന് കരുതി. ചെരുപ്പൊക്കെ ഓടി നടക്കാട്ടോ ഞങ്ങളെ വീട്ടിൽ. പിന്നെ രാവിലെ സാവയ്ക്ക് ഇടിയപ്പം ആട്ടോ ഉണ്ടാക്കുന്നത്. ഇടിയപ്പം പീച്ചാൻ നോക്കിയപ്പോൾ മഴ പോലെ വരേണ്ട ഇടിയപ്പം നല്ല സ്പ്രിങ് മുടി പോലെ ആട്ടോ വന്നത്. അവന് ഇടിയപ്പം ഇഷ്ടമാണ് രാവിലെ. അപ്പോൾ അതാ ഇടിയപ്പമൊക്കെ പീച്ചി വേവിച്ച് കൊടുത്തു. പിന്നെ ഉച്ചത്തേക്ക് ഇന്നൊന്നും വെച്ചില്ല കേട്ടോ. സാവിക്ക് വേണ്ടി മാത്രമായിട്ട് എന്തിനാണ് വെക്കുന്നതെന്ന് കരുതി ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ സൊമാറ്റോ ചേട്ടനെ കാത്തിരിക്കുകയാണ്. ബിരിയാണി കണ്ടപ്പോൾ തന്നെ സാവിക്ക് അപ്പം തന്നെ വിശപ്പായിട്ടോ. പിന്നെ അവന് ചോറൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. ഉറക്കമൊക്കെ എണീറ്റ് വന്ന് കൂട്ടത്തിൽ ഞാനും ഉറങ്ങി കേട്ടോ. ഉറക്കം എണീറ്റ് വന്നപ്പോഴേക്കും കുറച്ചും കൂടി ഡാർക്കായി തുടങ്ങി പനി. ഇന്ന് എണ്ണ പലഹാരമൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം സാധാരണ എനിക്ക് തേങ്ങയൊക്കെ വിളയിച്ച് വെക്കുന്ന കേട്ടോ ഇഷ്ടം ഇലയപ്പത്തിൽ. ഇന്നിപ്പോൾ അതാ എളുപ്പപ്പണിക്ക് തേങ്ങയ്ക്കകത്ത് ശർക്കര ഇടിച്ചാട്ടോ ഞാൻ ചേർക്കുന്നത്. ചുരണ്ടി ചേർക്കാനുള്ള മടി കാരണം ഒരു ഇടികൽ വെച്ച് ഇടിച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. കട്ടയൊക്കെ ഉണ്ടാകുകൊണ്ട് നല്ല പൊടിച്ചെടുക്കുവാണ്. എന്നാലും ഇതാ സിമ്പിൾ പരിപാടി. വിളയിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഇളക്കിക്കൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയില്ല. ഇന്ന് പിന്നെ ഗോതമ്പ് പൊടി ഉണ്ടാട്ടോ ഇലയുടെ ഉണ്ടാക്കാൻ വിചാരിച്ചത്. എപ്പോഴും അരിപ്പൊടി വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഞാൻ അരിപ്പൊടി കൊണ്ട് ഇലയപ്പം ഉണ്ടാക്കുന്നത് മുന്നേ ഇട്ടിട്ടുണ്ട്. ഒരു വ്ളോഗിലാണ് ഇട്ടേക്കുന്നത്. സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ, റെസിപ്പി വേണമെങ്കിൽ. പിന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം പെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇലയപ്പം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ അങ്ങ് പെയ്ഞ്ഞെടുക്കണം. കുറച്ച് പണിയാണ്, എന്നാലും നല്ല ടേസ്റ്റിൽ സാധനം കിട്ടും. ഇന്നിപ്പം ഇലയപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന പ്ലാൻ ആയിരുന്നു എനിക്ക്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. പിന്നെ കൈ കൊണ്ട് പരത്താനുള്ള അടുത്ത മടി കാരണം പ്രസ്സിൽ വെച്ച് തന്നെയാട്ടോ പരിപാടി സെറ്റാക്കുന്നത്. നല്ല നൈസായിട്ടുള്ള ഇലയപ്പം കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഒരു കണ്ണാടി ഫീലാട്ടോ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എളുപ്പപ്പണിയുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഒരില എടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. പരത്തെ എടുക്കുകയൊന്നും വേണ്ട. കൈ കൊണ്ട് പരത്തുമ്പോൾ ഭയങ്കര കട്ടി പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര കട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വരത്തില്ല. ഇത് എല്ലാ സൈഡും നല്ല ഒരുപോലെ തിന്നായിട്ടിരിക്കും. ഇനി നല്ലപോലെ നമ്മൾ തേങ്ങയും ശർക്കരയും വെച്ച് കൊടുക്കുക. എൻ്റെ സാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓട്ടട, ഇലയപ്പം, ശർക്കര ഐറ്റംസുകളെല്ലാം ഇഷ്ടമാണ്. എനിക്കും പൊതുവെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ ഇത്താടെ മക്കൾ നേരെ തിരിച്ചാട്ടോ. എൻ്റെ ഇത്താക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവൾ കുടിച്ചാലും കുടിക്കുന്ന പായസം സേമിയ പായസം, വെള്ള പായസമില്ലേ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് അവളെ മക്കളും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പായസം ഉണ്ടാക്കി ഇപ്പോൾ അവന്മാരോട്ട് അഡിക്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇലയപ്പൊക്കെ പുഴുങ്ങാൻ വെച്ചു. ഇലയപ്പൊക്കെ പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു വിഷമം, ടേബിൾ നിറഞ്ഞില്ലല്ലോ, ഒരു ഐറ്റമില്ലോ ഉള്ളെന്ന്. എന്തായാലും വിഷമം തീർക്കാമെന്ന് കരുതി 3 മുട്ട എടുത്ത് പൊട്ടിച്ചങ്ങ് ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് മുക്കി പൊരിക്കാനാണ്. അപ്പോൾ മധുരം ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് മുളക് പൊടി ഉപ്പ് ഇട്ട് സെറ്റാക്കാൻ കേട്ടോ. എനിക്ക് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുളക് പൊടിയും ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയായിട്ട് ഒഴിച്ച് കൊടുത്താൽ. ചെറിയ ബ്രെഡാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ അത് മുട്ടയുടെ മിക്സിൽ മുക്കി പൊരിക്കാം. പിന്നെ നോയമ്പൊക്കെയാണ്ട് ഒരുപാട് ബ്രെഡ് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നോയമ്പ് കാണാൻ വന്നവരായാലും പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ ഐറ്റംസ് കൂടുതൽ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെയെങ്കിലും തീർക്കണം, ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പോൾ അതാ ബ്രെഡ് പൊരിച്ചിട്ടുണ്ടേ. വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു സംഭവത്തിൽ
തീ ഇച്ചിരി കൂടിപ്പോയി. അതിൻ്റെ ഒരു സൈഡ് കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ട്. സാരമില്ല, ടേസ്റ്റിൽ കരിഞ്ഞ ടേസ്റ്റൊന്നുമില്ല, സൂപ്പറായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണ്, നമ്മൾ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യുന്ന പണിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോകുന്നുണ്ട്. ഇപ്പം തുടങ്ങിയ ചെറിയൊരു അസുഖം കേട്ടോ അത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർബത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സർബത്തിൽ കടിക്കാനായിട്ട് ആപ്പിൾ വേണം. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിനകത്ത് ചാച്ചൂസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. സർബത്തിൻ്റെ മെയിൻ അവർക്ക് സർബത്താട്ടോ. അന്നൊന്നും ഒറ്റയ്ക്ക് കയറിയൊന്നും കടയിൽ നിന്ന് കുടിക്കാറൊന്നുമില്ല കേട്ടോ, നാണക്കേടാ. അതുകൊണ്ട് PT മീറ്റിങ്ങിനൊക്കെ വരുമ്പം ഉമ്മ ഇങ്ങനെ കാത്തിരിക്കും അവിടെ പോയിട്ട് ഒരു ഷാർജ മേടിച്ച് കുടിക്കാൻ. സൂപ്പർ, ഭയങ്കര തിരക്കും കേട്ടോ. PT മീറ്റിങ്ങിനന്ന് ഭയങ്കര തിരക്കാണ് കടയിൽ 1 കോളാട്ടോ അയാൾക്ക്. അപ്പം മാർക്ക് കുറഞ്ഞാലും മാർക്ക് കൂടിയാലും എന്തായാലും ഉമ്മ മേടിച്ച് തരും കേട്ടോ. ഒരിക്കലും മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ മേടിച്ച് തരാതിരിക്കും അങ്ങനെയും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് പരിവമൊക്കെ കാണിക്കും എൻ്റെ ഉമ്മ, എന്നാലും പറയുന്ന സാധനമൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് അതൊക്കെ കടമയില്ല എന്നൊക്കെ വിചാരിക്കും. നമുക്ക് മക്കളാകുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത്. വീണ്ടും ആ പഴയ കാലമൊക്കെ കിട്ടിയാൽ നല്ലതാണെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ കിട്ടില്ലല്ലോ, എന്തായാലും വലുതായി പോയില്ലേ. അപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അവിടുത്തെ സർബത്തിൽ പൈനാപ്പിൾ, കസ്കസും ഒത്തിരി ഫ്രൂട്ട്സാണ് കേട്ടോ. വലിയൊരു ഗ്ലാസ്സിലാണ് തരുന്നത്. അത് പക്ഷേ തിളപ്പിച്ച പാലൊന്നുമല്ല, നല്ല പച്ച പാലാണ് ഒഴിക്കുന്നത്, എന്നാലും സൂപ്പറാണ്. അപ്പം ഞാൻ എന്തായാലും തിളപ്പിച്ചാറിയ പാലാട്ടോ എടുത്തേക്കുന്നത്. സാവിയൊക്കെ കുടിക്കുന്നില്ല, അതുകൊണ്ട് പച്ചപ്പാൽ എടുക്കത്തില്ല. നല്ല കട്ടി പാലാണ് എടുത്തത്. 1/2 ലിറ്റർ ഉണ്ടായിരുന്നേ. അതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുടിക്കുന്നതാണ് നല്ലത്. എന്തായാലും ദാഹമില്ല നോയമ്പൊക്കെ തുറന്നു കഴിയുമ്പം. പിന്നെ കളറിന് വേണ്ടി ടൈഗറിൻ്റെ പിസ്തയുടെ ഫ്ലേവറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസ്കസ് ഇല്ലാത്ത ഒരു ജ്യൂസോ സർബത്തോ ഒന്നുമില്ല നോയമ്പിന്. മെയിൻ സാധനം കസ്കസ് തന്നെ, ശരീരം നനക്കണ്ടേ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഞ്ഞി, ഇലയപ്പം, ബ്രെഡ് ടോസ്റ്റ്, ഇടിയപ്പം, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്, ചായ എല്ലാം ഉണ്ട്. അപ്പം ഇന്നിപ്പം പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ശരീരമൊക്കെ നന്നായിട്ട് പെയിൻ വരാൻ തുടങ്ങി കേട്ടോ, ബോഡി പെയിനൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നാളത്തെ കാര്യം എനിക്കറിയത്തില്ല, ഇൻഷാ അള്ളാ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്തായാലും വീഡിയോ ഇടും. അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ഒക്കെ വേണം. അപ്പോൾ സാവിയുടെ ബ്രെഡ് തീറ്റയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ, ബൈ.